ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ടോണിയാസ് അൺലിമിറ്റഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഡിലൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൊണ്ടാണ്. മക്കളെ ഒരിക്കലും അത് മിസ്സാക്കാൻ പാടില്ല എന്ന് പറയാം. ഇത് മെയിൻലി ഗേൾസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു ഓൾ ഗേൾസ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്താണ് ചെറിയൊരു ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്താലാണ് കേട്ടോ ഇതുപോലത്തെ വീഡിയോസ്, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുകയാണ്, നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോയാലോ. നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടായിരിക്കും ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവാമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഫേസിൽ വിത്തൗട്ട് മേക്കപ്പിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അന്ന് മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. രണ്ട് കൂട്ടുകാർക്കും പറ്റിയ കിഡിലൊരു പ്രൊഡക്റ്റാണ് ബ്ലഷ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ചിലരിത് മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാർക്കൊന്നും അറിയാൻ ചാൻസ് ഇല്ല ബ്ലഷ് എന്താണെന്ന്. ചിലർക്ക് അറിയാം. അപ്പോൾ കൂടുതലായിട്ട് ഞാനിത് പറഞ്ഞു തരാം. ബ്ലഷ് എന്ന് പറയുന്നത് പല കളറിൽ ഇത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ നമ്മളിത് ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ്. ഇപ്പം ഞാൻ ജസ്റ്റ് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കണ്ണുകൂടി എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വിത്തൗട്ട് മേക്കപ്പിൽ ഈ ഒരു ബ്ലഷ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ഫേസ്. ഇത് ഭയങ്കര എഫക്റ്റാണ് നമ്മുടെ ഫേസിൽ, ഒരു ഗ്ലോയിങ് എഫക്റ്റ്, ഒരു എന്താ പറയുക, ഒരു മേക്കപ്പ്, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി തരും നമ്മുടെ ഈ ചീക്സിൽ വരുന്ന ആ ഒരു റെഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ്. എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കമൻറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി വാങ്ങാം. കമൻറ്റിലല്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ ഒരു കുഞ്ഞ ഐറ്റത്തിനെ കുറിച്ചാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് ക്രീം ഇറ്റ് അപ്പ് ബ്ലഷ്. അതായത് ക്രീം പാറ്റേണിലാണ് ഈ ഒരു ബ്ലഷ് വരുന്നത്. ഞാൻ മുമ്പ് ഒരു സ്റ്റിക്കി ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രയോൺ ടൈപ്പാണത്. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. ഒരു ഇത്തിരി മതി നമ്മുടെ ഫേസിൽ നല്ല ഒരു, ഈ സിനിമ നടിമാരെയൊക്കെ പോലെ നമ്മുടെ ഫേസിൽ കുറച്ചൊരു ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിരിക്കും. അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പോവുകയാണെങ്കിലും ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിലും മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇച്ചിരി അങ്ങോട്ട് പൂശി കഴിഞ്ഞു മക്കളെ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പം ഞാനിത് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ പ്രൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഇത് സംതിങ് 100 അല്ലെങ്കിൽ 200 ആ ഒരു റേഞ്ചേ വരുള്ളൂ. പക്ഷേ ഇത് മൈൻഡ് ബ്ലോയിങ് പ്രൊഡക്റ്റ് ആണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. ഇത് ഇങ്ങനെ പിടിച്ച് ഒരുപാട് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ച് ഉള്ളിലേക്ക് ആക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും തന്നെ കൂടുതലാണ് ശരിക്കും. കണ്ടോ, ഇത്രയും വേണ്ട, പക്ഷെ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര എടുത്താണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്ലഷിങ് ഇഷ്ടമില്ലാത്തവർ അത്ര ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ഇഷ്ടമുള്ളവർ കുറച്ചിടാം. ഓക്കെ. ഇത് നമ്മൾ ഇപ്പം പലരും പല രീതിയിലാണ് കേട്ടോ ബ്ലഷ് ഇടുന്നത്. ഞാൻ ഫസ്റ്റ് ബ്ലഷ് ഇട്ട സൈഡും ബ്ലഷ് ഇടാത്ത സൈഡും കൂടി കാണിച്ചു തരാം. അതല്ല കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഡിഫറൻസ്. അപ്പം നമുക്ക് ഈ ബ്ലഷ് നമുക്ക് ഈ കണ്ണിൻ്റെ മുകളിലല്ലേ അവിടെയും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ലുക്ക് വരും കേട്ടോ. നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മുഖത്ത് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു. ഇത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് വിട്ടാൽ മതി. ഇതിപ്പോൾ എൻ്റെ ഫേസിൽ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ പോലും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഫേസ് ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മക്കളെ നിങ്ങൾക്കിത് ഡിഫറൻസ് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ് ഈസ് സൂപ്പറാണ്. ഇതാണ് നമ്മൾ ഇടാത്ത ഈ ഒരു ഫേസും ഇതാണ് ഇട്ട ഫേസും. നല്ല ഡിഫറൻസ് ആണ് കേട്ടോ. ഇപ്പോൾ വിത്തൗട്ട് മേക്കപ്പ് ആണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തിങ്ങനെ. പക്ഷേ നിങ്ങളിത് മേക്കപ്പ് ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു പൊടിക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ഇട്ടാലും ഭംഗി ഉണ്ടാവും, മേക്കപ്പ് ഇട്ടാണ്ട് ഇതിട്ടാലും ജസ്റ്റ് പുറത്തേക്ക് പോകണമെങ്കിൽ ഇതങ്ങോട്ട് വേറെ ഒന്ന് മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യണം കേട്ടോ. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ചെയ്തിട്ട് അത് അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സൈഡിലും കൂടി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ കണ്ണിന്റെ മുകളിൽ ഇടാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ ആ ഒരു ഭംഗി എനിക്ക് പറയുന്നതെന്ന് അറിയില്ല, അത്ര ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയുക, മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ബ്ലഷ് ഇട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കോൺഫിഡൻസ് ആണ് കേട്ടോ. വിത്തൗട്ട് ലിപ്സ്റ്റിക്ക് നമ്മൾ എന്തായാലും പോകില്ല, പക്ഷെ ലിപ്സ്റ്റിക്കും ബ്ലഷ് ഉണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് സെറ്റാണ്, മൊത്തം സെറ്റ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ നോസിൻ്റെ എവിടെയും കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഈ ഒരു ചിന്നിൻ്റെ പോർഷനിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ എടുത്തിട്ട് നേരത്തെ എടുത്തതിന്ന് ബാക്കി ഇത് ഇത്ര ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വലിയ വിലയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാൽ എന്ത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഗോ ആൻഡ് ബൈ ദിസ് പ്രൊഡക്റ്റ്. ഓസമാണ്. ഞാൻ ഒരിക്കലും ഇതിൽ റോങ് റിവ്യൂ കൊടുക്കില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അതായത് ഫെയർ, അതായത് മീഡിയം സ്കിൻ ടോണുകാർക്ക് ഇത് കിഡിലൻ ഒരു പ്രൊഡക്റ്റ് ആണ്. അല്ല, ഫെയർ ആയിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സൂപ്പർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് റെഡ് അല്ല, ഒരു എന്താ പറയുക, ഒരു പിങ്ക് അല്ല, അങ്ങനത്തെ ഒരു പീച്ച്, ആ ഒരു കളർ ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാനിത് അപ്ലൈ ചെയ്തിട്ട്, ഞാൻ ലിങ്ക് താഴ്ത്തു കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം ഭയങ്കരമായിട്ട് ഇത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിന്നു ആ ഒരു ബ്ലഷിൻ്റെ എഫക്റ്റ്. നിങ്ങളിപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഫിറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് മക്കളെ, സെറ്റാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. വേറൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ ചാനൽ.